നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പിലാണുള്ളത്. നല്ല കനത്ത മഴയാണ് ഇവിടെ പെയ്യുന്നത്. അപ്പം ഈ മഴയൊന്നും നിലവിൽ ഇപ്പോൾ വയനാട്ടുകാർക്ക് ഒരു പ്രശ്നമല്ല. കാരണം ഇതിനേക്കാൾ വലിയ മഴയും മലയെയും അതിജീവിച്ച് എത്തിയവരാണ് ഈ ക്യാമ്പിലൊക്കെ ഉള്ളത്. അത്തരത്തിൽ ഒരു ഓട്ടോ ഡ്രൈവറായിട്ടുള്ള ഷബീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് നമുക്കൊപ്പുള്ളത്. ഷബീറും കുടുംബവും അതിസാഹസികമായിട്ടാണ് ഈ ദുരന്ത കഴത്തിൽ നിന്ന് ഇപ്പോൾ ഈ ക്യാമ്പിൽ എത്തിയിരിക്കുന്നത്. ഷബീർ ഓട്ടോ ഡ്രൈവർ കൂടിയാണ്. ഷബീർ ഓട്ടോ ഡ്രൈവറാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഷബീറിന് ഇവിടുത്തെ കുറേ ആൾക്കാരായിട്ട് പരിചയം ഉണ്ടാവും. ശരിക്കും അന്ന് എന്താ സംഭവിച്ചത്? ഷബീർ ഇപ്പം എന്നോട് പറഞ്ഞല്ലോ, പേഴ്സണലായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു ഒരുപാട് ആൾക്കാർ നിലവിളിക്കുന്നുണ്ടായിരുന്നു, ബഹളം വെക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ. എന്തായിരുന്നു ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പൊട്ടിയാണ് പുഴയിൽ കൂടെയാണ് ഫസ്റ്റ് പോയത്. ആ സമയത്താണ് നമ്മളെ പാടി എന്ന് പറഞ്ഞാൽ കുറച്ച് പുഴയ്ക്കും മേലെയാണ്, നല്ല ഹൈറ്റിലാണ്. അപ്പോൾ ഞങ്ങളെ അടുക്കളയുള്ള പാത്രം കുലുങ്ങ, ഞങ്ങളെ പാടി ഫുള്ളായിട്ട് കുലുങ്ങാണ്. ആ സമയത്താണ് ഞങ്ങള് പുറത്തിറങ്ങി ഓടി. എൻ്റെ ഉപ്പാൻ്റെ വീടെന്ന് പറഞ്ഞാൽ എൻ്റെ പാടിന് തൊട്ടപ്പുറത്താണ്. അപ്പം ഞാൻ ഓടുന്ന ആ സമയത്ത് ഫുള്ള് വെള്ളം വന്ന് കയറിയിട്ട് അമ്പലക്കുന്നിൻ്റെ സൈഡ് മൊത്തം ഇടിഞ്ഞു വീഴുമ്പോൾ തോന്നി. അങ്ങനെ നമ്മളെ പഞ്ചായത്ത് കിണർ ഉണ്ടായിരുന്നു. അവിടെ പഞ്ചായത്ത് കിണറിന് മേലെ ജസ്റ്റ് ഒന്ന് കയറി നിന്ന് അപ്പോൾ ഫുള്ള് വെള്ളം. ഞാൻ വിചാരിച്ചു മരണപ്പെട്ടെന്ന് വിചാരിച്ചതിൽ രണ്ടാം ജന്മത്തിൽ ചിരിച്ചു വന്നതാണ്. നേരെ കയറി അമ്പലക്കുന്ന് കയറി ഇവിടെ ഫുള്ള് കല്ലും മുള്ളും മണ്ണും എല്ലാം ഉള്ള സ്ഥലമാണ്. അങ്ങനെ ഓടി കയറി കാലില് കുപ്പിച്ചില് കിട്ടി. അങ്ങനെ അരമണിക്കൂറോളം ഇരുട്ടത്ത് അവിടെ ഇരുന്ന്. അങ്ങനെ നമ്മളെ താഴ്ന്ന ആൾക്കാരൊക്കെ ടോർച്ചടിച്ചിനെ വെളിച്ചം കണ്ട് ആ സമയത്ത് ഞാൻ താഴേക്ക് ഇറങ്ങി വന്ന്. അപ്പം നമ്മളെ നാടൊക്കെ ആ കൂടെ ഫുള്ളായിട്ടും കല്ലും മണ്ണും എല്ലാം മൂടിക്കിടക്കുക. പോകുന്നതിനിടയിലെ ഇപ്പം നിങ്ങൾ രക്ഷപ്പെടുന്നതിനിടയിൽ കുറെ ആൾക്കാർ നിലവിളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇപ്പം പരിചയമുള്ള കുറെ ആൾക്കാർ ഇവിടെ ഇല്ല എന്ന് പറയുന്നു. എന്താ ഒരു നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ അയൽവാസികൾ ഫുള്ളും പോയിക്കുന്നത്. നമ്മുടെ സ്രാജാക്കന്റെ കുടുംബം, സ്രാജാക്കൻ മരണപ്പെട്ട് അയാളെ വൈഫും അയാളെ അമ്മായിമ്മ രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് ഗണേശേട്ടൻ, ഞങ്ങളെ ആ പാടിയ ലൈനിൽ തൊട്ടപ്പുറത്ത് ഗണേശൻ അനി എന്ന് പറയുന്ന ചെക്കൻ്റെ കുട്ടി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഗണേശ് രക്ഷപ്പെട്ടിരിക്കുന്നത്. പിന്നെ തൊട്ടപ്പുറത്തുള്ള സ്രാജാക്ക മരിച്ച്. നമ്മൾ ഓടുന്ന സമയത്താണ് ഈ കല്ലും മരങ്ങളൊക്കെ അവരെ പാടീൻ്റെ ബാക്ക് വശത്തു കൂടെ പോകുന്നത് കണ്ടത്. തൊട്ടപ്പുറത്ത് എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ വീട്. അപ്പോൾ എനിക്ക് അവരെ അങ്ങോട്ട് പോകാൻ എനിക്ക് പറ്റില്ല. ഞങ്ങളുടെ വഴി മൊത്തം ബ്ലോക്കായിരുന്നു. ആ സമയത്ത് അമ്പലക്കുന്നൊക്കെ ഓടി. തിരിച്ചു വന്ന് നോക്കുമ്പോൾ സ്രാജാക്കൻ്റെ പാടി ഫുള്ള് പോയിട്ടുണ്ട്. നമ്മളെ പുഞ്ചിരമട്ടത്തു നിന്ന് ഇങ്ങോട്ട് ആ സംഭവം അറിഞ്ഞിട്ട് രക്ഷപ്പെട്ടവർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയുള്ളവർ ഫുള്ളും ഏകദേശം ഒക്കെ പോയിട്ടുണ്ട്. ഒരു കുടുംബത്തിലെ 8 പേരറ്റം പോയി എന്ന് പറഞ്ഞില്ലേ, അതാരാണ്? ആ 8 പേരെന്ന് പറയുമ്പോൾ നമ്മുടെ പുഞ്ചിരമട്ടം എന്ന് പറയുമ്പോൾ ഉമ്മാന്റെ ആങ്ങളന്റെ മക്കള് അവര് ഫുള്ളായിട്ട് പോയി. അതായത് അവിടെ സംസു, മുഹമ്മദ് അലി, പിന്നെ കൂളി ഓരോ വീട്ടുപേര് കൂളിയാണെന്നാ. അവര് പേരക്കുട്ടികളും എല്ലാം പോയിട്ടുണ്ട്. കുറച്ചു മുമ്പ് സംസാരിക്കുമ്പോൾ പറഞ്ഞല്ലോ കുറെ ആളുകൾക്ക് മാനസിക നില വരെ തെറ്റിയൊരു അവസ്ഥയിലാണ് എന്ന് പറഞ്ഞല്ലോ. അത് ശരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇങ്ങനെയാണ്. ഇപ്പം കഴിഞ്ഞു പോകുമ്പോൾ അതിനുള്ള കൗൺസിലിങ്ങും മറ്റു സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? അങ്ങനെ കുറെ പേര് കണ്ടു പരിചയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നത് ചില ആൾക്കാർ ഹൃദയം പൊട്ടി മരിച്ചിട്ടുണ്ടാവും. അമ്മാര് വരവാന്നത് അത് 10-200 ഹെലികോപ്റ്റർ വന്നിട്ടുള്ള ആ ശബ്ദം ഉണ്ടാവില്ലേ, ആ ശബ്ദം, അതിനിടയ്ക്ക് വലിയ വലിയ പാറകൾ പോണ ശബ്ദവും, പിന്നെ നമ്മൾ സ്പീക്കറൊക്കെ വലിയ വലിയ സ്പീക്കറല്ലേ, ആ സ്പീക്കർ 100-400 സ്പീക്കർ ഒരുമിച്ച് സബ് അത് കുലുക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും. ആ അതിനെക്കാട്ടി ഭീകരമാണ് ആ ശബ്ദം. ആദ്യമായിട്ടാണ് ഞാൻ മരണത്തെ മുന്നിട്ട് നേരിട്ട് കണ്ടിരിക്കുന്നത്. ജസ്റ്റ് മിസ്സിനെ കഴിച്ചിലായതാ. ഞാനും ജസ്റ്റ് മിസ്സിനെ കഴിച്ചിലായതാ. അമ്മാര് ദുരന്ത. പിന്നെ ഞങ്ങളെ വീടൊക്കെ പോയിട്ടുണ്ട്. എൻ്റെ വീട്, എൻ്റെ ഉപ്പ താമസിക്കുന്ന വീട്. എന്നെ ഓട്ടോ ഡ്രൈവറാണ്. എൻ്റെ വണ്ടി ഫുള്ളും പോയി. ഇനി ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുന്ന ഞങ്ങൾക്കൊരു പിടുത്തമല്ല. നാടാകെ മാറിപ്പോയി. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരണം. അല്ലാണ്ട് നമുക്ക് വേറൊരു വഴിയില്ല. ഞങ്ങളെ രേഖ ഫുള്ളായിട്ട് നഷ്ടപ്പെട്ടു. അത്രേ ഉള്ളൂ. അതാണ് ഈ നാടാകെ മാറിപ്പോയി. ഇപ്പം ഇദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹം ഓട്ടോ ഡ്രൈവറാണ്. അദ്ദേഹത്തിന് ഈ നാട്ടിലുള്ള കുറേ അധികം ആളുകളായിട്ട് ബന്ധമുണ്ട്. അപ്പം അന്ന് സ്ഥിരമായിട്ട് കാണുന്ന പല ആളുകളെയും ഇന്ന് കാണാനില്ല. അത് വാസ്തവമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെ കുറേ ആളുകളെ മിസ്സായിട്ടുണ്ട്. അപ്പം അവരെ സംബന്ധിച്ച വേദന ഒരുപാട് ഉണ്ട്. പക്ഷേ ഇപ്പം വീടില്ല. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയാൽ എങ്ങോട്ട് പോകണം എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. അപ്പം അതിനൊക്കെ നമ്മൾ ഓരോരുത്തരുമാണ് ഉത്തരം നൽകേണ്ടത്. അതിനൊക്കെ നമുക്ക് എല്ലാവർക്കും സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ.